സുപ്രഭാതം പത്രത്തിന്റെ പുതിയ രീതികളും ഇടപെടലുകളും ഏറെ ചർച്ചയായ സാഹചര്യത്തിൽ സുപ്രഭാതം മുൻ സീനിയർ എഡിറ്റർ മുബാറക് റാവുത്തർ ന്യൂസ് 26നോടൊപ്പം ചേരുകയാണ്. മുബാറക്, സ്വാഗതം. സുപ്രഭാതം പത്രം ഏറെ വിവാദങ്ങളിൽ പെട്ടുഴലുന്ന ഈ സമയത്ത് അതിൻ്റെ ആരംഭഘട്ടത്തിൽ പത്രത്തിൻ്റെ സീനിയർ എഡിറ്ററായി പ്രവർത്തിച്ചിരുന്ന താങ്കൾക്ക് പുതിയ കാലത്തെ സുപ്രഭാതത്തിൻ്റെ രീതികളെക്കുറിച്ച് എന്താണ് അഭിപ്രായം? ഞാൻ സുപ്രഭാതത്തിലേക്ക് വരുന്നത് ചന്ദ്രികയിൽ നിന്നിട്ടാണ്. അപ്പോൾ ആ സമയത്ത് നല്ല ഒരു ഓഫർ എന്നുള്ള നിലയിലാണ് സുപ്രഭാതത്തിൻ്റെ ഓഫർ നമ്മൾ സ്വീകരിച്ചത്. സ്വാഭാവികമായിട്ടും അവരന്ന് മുന്നിൽ വെച്ചിരുന്നത് മനോരമയുടെ അത്രയും പ്രൊഫഷണലിസമുള്ള, മനോരമയേക്കാൾ സർക്കുലേഷൻ കിട്ടാൻ സാധ്യതയുള്ള, കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ സുന്നി സംഘടനയുടെ പത്രം, അവരുടെ ഓഫീസ് സിസ്റ്റവും സെറ്റപ്പും ഒക്കെ കണ്ടപ്പോൾ നമ്മൾ ആ ഒരു പ്രതീക്ഷയിലാണ് യഥാർത്ഥത്തിൽ സുപ്രഭാതത്തിലേക്ക് 2014 തുടക്കത്തിൽ നമ്മളതിൽ ജോയിൻ ചെയ്യുന്നത്. ശരിക്കും ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അവരുടെ പറഞ്ഞതും അവിടെ നടക്കുന്നതും വ്യത്യസ്തമായ സംഗതികളായിരുന്നു. യഥാർത്ഥത്തിൽ അവിടെ ഇവർക്ക് യഥാർത്ഥത്തിൽ പത്രം എങ്ങനെയാണ് നടത്തേണ്ടതെന്നോ പ്രൊഫഷണലിസം എന്താണ് എന്നോ കൃത്യമായി ഒരു ബോധ്യമില്ലായ്മ തുടക്കം മുതൽ അവിടെ പ്രതിഫലിക്കുന്നുണ്ട്. അവിടെ അതിന്റെ CEO ആയിട്ട് വന്ന വ്യക്തി, അല്ലെങ്കിൽ അതിന്റെ നേതൃത്വം കൊടുത്തിരിക്കുന്ന വ്യക്തി, അദ്ദേഹം ആ തുടക്കം മുതൽ ശ്രദ്ധിച്ചത് ഒരു കോക്കസ് ബിൽഡ് ചെയ്യാനാണ്. അദ്ദേഹത്തിന്റെ ചുറ്റുമുള്ള ഒരു കോക്കസ് ബിൽഡ് ചെയ്യുക. ഒപ്പം അവിടെ എക്സിക്യൂട്ടീവ് എഡിറ്ററായിട്ട് വന്നിരിക്കുന്ന വ്യക്തിക്ക് വ്യക്തിപരമായും അല്ലാത്തതുമായ അജണ്ടകൾ അയാൾക്കുണ്ടായിരുന്നു. അത് മനസ്സിലായില്ല. എന്തായിരുന്നു അജണ്ടകൾ? എന്തായിരുന്നു അതൊന്ന് വ്യക്തമാക്കാമോ? അതായത് പ്രത്യക്ഷത്തിൽ തന്നെ നമ്മൾക്ക് ബോധ്യമാകുന്ന സംഘപരിവാർ അജണ്ട, അവിടെ തന്ത്രപരമായി കുത്തിവെക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും തുടക്കത്തിൽ തന്നെ വളരെ കൃത്യമായി തന്ത്രപരമായി നടത്തിയെടുക്കാൻ അയാൾ ശ്രമിച്ചിട്ടുണ്ട്. അതെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു കാര്യം കേൾക്കുമ്പോൾ വല്ലാത്തൊരു ആഘാതമാണ്, അത്ഭുതമാണ്. സാധാരണയായി കമ്മ്യൂണിസ്റ്റുകളോട് ഒരു മമത അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ CPM-നോടൊരു മുഹബത്ത് എന്നതിലപ്പുറം സംഘപരിവാര അജണ്ട നടപ്പിലാക്കാനുള്ള ശ്രമം എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവുമോ, അതിനുള്ളൊരു സാധ്യതയുണ്ടോ എന്നൊക്കെ പലപ്പോഴും തോന്നുകയാണ് മുബാറക്. ഞാനിത് തുടക്കത്തിൽ തന്നെ ചൂണ്ടിക്കാണിച്ചൊരു സംഗതിയാണ്. പലപ്പോഴും തുടക്കത്തിൽ അവർക്ക് അതിന്റെ മാനേജ്മെന്റിന് വിശ്വസിക്കാൻ സാധിക്കാതെ വരുമ്പോഴാണ് എനിക്ക് വ്യക്തിപരമായിട്ട് അതിന്റെ സിസ്റ്റത്തിനകത്ത് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ വെറുതെ ഒരു ആരോപണം ഉന്നയിക്കുന്നതല്ല. അദ്ദേഹം അതിന് മുമ്പിരുന്ന മംഗളമാകട്ടെ, കേരള കൗമുദി ആകട്ടെ, അതിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹത്തിൻ്റെതായ കോക്കസിൽപ്പെട്ട, അതിലിരിക്കുമ്പോൾ തന്നെ മലബാർ മേഖലയുടെ എഡിറ്ററായി ഇരിക്കുമ്പോൾ തന്നെ അദ്ദേഹം ഉണ്ടാക്കിയ കോക്കസിലെ മുഴുവൻ ആളുകളെയും അദ്ദേഹം സുപ്രഭാതത്തിൽ നിയമിച്ചിരുന്നു. അതിൽ സംഘപരിവാറിന്റെ പ്രചാരകരായ ആളുകൾ ഉൾപ്പെടെയുള്ള പത്രപ്രവർത്തകർ, ചെറുപ്പക്കാരായ പത്രപ്രവർത്തകരെ തന്ത്രപരമായി ഒരു പൊതുമുഖമുള്ളവരാണ് എന്ന് മാനേജ്മെന്റിനെ തെറ്റിദ്ധരിപ്പിച്ച് അവിടെ നിയമിച്ചിട്ടുണ്ട്. സുപ്രഭാതത്തിൽ അല്ലേ? സുപ്രഭാതത്തിൽ നമ്മൾക്ക് നിലവിൽ പേര് പറയുന്നതിൽ അർത്ഥമില്ല. സുപ്രഭാതവുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് അത് ആരൊക്കെയാണ് എന്ന് കൃത്യമായി മനസ്സിലാവുന്ന സംഗതികളാണ്. അവരവിടെ വ്യക്തമായ സംഘപരിവാർ രാഷ്ട്രീയം പറയുന്ന ഒരു വ്യക്തി അതിൻ്റെ അകത്തുണ്ടായിരുന്നു. വ്യക്തമായി തുറന്നു തന്നെ ഞാൻ സംഘപരിവാറുകാരനാണ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ സജീവൻ മംഗളത്തിൽ നിന്ന് കൊണ്ടുവരുന്നിരുന്നു. അതിനുശേഷം പിന്നീട് സംഭവിച്ചതാണ് CPM മുഖമുള്ള, കമ്മ്യൂണിസ്റ്റ് മുഖമുള്ള സംഘികളെ വെക്കുക എന്നുള്ളത്. ഇത് രണ്ടും ഒരേ സമയത്താണ് നടക്കുന്നത്. ഇത് നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ എന്താണ് അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ ഉദാഹരണമാണ് PK ജോഷി എന്ന് പറയുന്ന വ്യക്തി. ആ പേര് പറയാൻ നമുക്ക് മടിയില്ല. അദ്ദേഹം ഒരേ സമയം സംഘപരിവാറുമാണ്, അതേസമയം CPM-ആണ്. സാധാരണ സാമൂഹിക മാധ്യമങ്ങളിൽ ഉള്ള ട്രോളുകൾ ഉണ്ടല്ലോ, പുറത്ത് ചുവപ്പും ഉള്ളിൽ കാവിക്കളസവുമാണ് എന്നൊക്കെ പറയും പോലെ, അങ്ങനെ ഒരു സമീപനം അല്ലേ? അതെ. നിലവിൽ PK ജോഷി എന്ന് പറയുന്ന ജൂനിയറായ ഒരു അവിടെയുള്ള വളരെ സൂപ്പർ സീനിയറായ പത്രപ്രവർത്തകരെക്കാളും
ഡെസ്കിൽ ഉൾപ്പെടെ സീനിയറായ പത്രപ്രവർത്തകരെ ഉൾപ്പെടെ നിയന്ത്രിക്കുന്നത് ഈ ജോഷി എന്ന് പറയുന്ന വ്യക്തിയാണ്. അത് പിന്നീട് വന്ന സംഭവമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, തുടക്കത്തിൽ ഞാനുള്ള ഘട്ടത്തിലെ വിഷയങ്ങൾ ഞാൻ തുറന്നു പറയുമ്പോൾ വ്യക്തിപരമായി ഈ വിഷയം അവർ ഏറ്റെടുക്കുന്നതിനപ്പുറത്ത് വ്യക്തിപരമായി എന്നെ ടാർണിഷ് ചെയ്യുക എന്നുള്ളിടത്തേക്കാണ് ഇവർ പോകുന്നത്. ഇതിൽ നമ്മൾക്ക് കൃത്യമായി ബോധ്യമുള്ള ഒരു സംഗതി എന്ന് പറയുന്നത്, അത് എന്തായിരുന്നു മുബാറക്കിനെ പ്രത്യേകം ഒരു നോട്ടപ്പുള്ളിയാക്കാനുള്ള ഒരു കാരണം? ഇതിൽ നമ്മൾക്ക് ഈ സജീവൻ എന്ന് പറയുന്ന വ്യക്തി സംഘപരിവാർ പിന്നെ മുഖം മൂടിയിട്ട ആളാണ് എന്ന് നമ്മൾക്ക് വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തി തരുന്നത് തേജസ്സിൽ നിന്നും സുപ്രഭാതത്തിലേക്ക് വന്ന ജേർണലിസ്റ്റുകളാണ്. അതിൽ ഇപ്പോഴും അതിൽ സീനിയർ ആയിട്ട് വർക്ക് ചെയ്യുന്ന പലരും അവിടെ വളരെ വലിയ ചർച്ചകൾക്ക് അവർ തുടക്കമിടുകയും അവസാനം ഇതൊരു വലിയ ചർച്ചയായപ്പോൾ ഞാൻ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതേ സമയത്ത് നമുക്ക് കൃത്യമായി ബോധ്യമുള്ള സംഗതികളാണ് എഡിറ്റോറിയലിൽ ഉൾപ്പെടെ വളരെ കൃത്യമായ ലൈറ്റ് സ്വഭാവത്തിലുള്ള ഭാഷകൾ ഉപയോഗിക്കുക എന്നുള്ളത്. അപ്പൊ അതിനിടയ്ക്ക് അവിടെ ഒരു ആരോപണം ഉയർന്നു വന്നിരുന്നു. ഈ പറയപ്പെടുന്ന എക്സിക്യൂട്ടീവ് എഡിറ്റർ അന്നത്തെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റുമായി കണ്ണൂർ പ്രസ് ക്ലബിൽ വെച്ച് മീറ്റ് ചെയ്യുകയും വിശാലമായ ഒരു ചർച്ച നടക്കുകയും പിന്നീട് ഈ സുപ്രഭാതം മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുള്ള 2 വ്യക്തികളുമായി ചേർന്നുകൊണ്ട് അവിടുത്തെ BJPയുടെ തന്നെ ഇന്നിപ്പോൾ ഗവർണറായിരിക്കുന്ന BJPയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റും ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡന്റും ഉൾപ്പെടെയുള്ള ആളുകളുമായി ഒരു ദീർഘമായ ചർച്ച നടന്നു. ആ ആഴ്ചയിൽ തന്നെ ഫുൾ ഡെസ്ക് മീറ്റിംഗിൽ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും സുപ്രഭാതം ജേർണലിസ്റ്റുകൾക്ക് പത്രം അന്ന് പ്രിന്റിംഗ് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. പക്ഷെ അതിന് മുമ്പ് വന്നിരിക്കുന്ന നിർദ്ദേശം എന്ന് പറയുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ, അന്ന് ഉമ്മൻചാണ്ടി ആയിരുന്നു മുഖ്യമന്ത്രി, പക്ഷെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ എന്ത് ചെയ്യാൻ പാടില്ല, തീവ്രമായ ഭാഷയിൽ വിമർശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് മോഡി അധികാരത്തിൽ ജസ്റ്റ് കയറിയിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോ കേന്ദ്ര സർക്കാരിനെ തീവ്രമായ ഭാഷയിൽ വിമർശിക്കാൻ പാടില്ല എന്ന് ഒരു മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് നിർദ്ദേശം വരിക. അതിന് തൊട്ട് മുൻപത്തെ ആഴ്ച അവിടെ ഡെസ്കിൽ ഇത്തരത്തിൽ ചർച്ച നടന്നിട്ടുണ്ട്. BJP നേതാക്കളുമായി മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് തൊപ്പിയിട്ട ആളുകൾ പോയി ചർച്ച നടന്നിട്ടുണ്ടെന്ന് പറയുന്നത് സത്യത്തിൽ അവിടെയുള്ള നിഷ്പക്ഷരായ ജേർണലിസ്റ്റുകളെ ഞെട്ടിക്കുന്ന സംഗതിയായിരുന്നു. അത് നമ്മൾ കൺഫേം ചെയ്യുന്നത് ഈ ഫുൾ ഡെസ്ക് മീറ്റിംഗിൽ ഈ ഒരു ഭാഷ നമ്മളോട് ഉപയോഗിക്കുമ്പോഴാണ്. അവിടെ സ്വാഭാവികമായിട്ടും ഒരു പത്രം പ്രിന്റിംഗിലേക്ക് പോകുന്ന, ഒരു ഉദ്ഘാടനത്തിലേക്ക് പോകുന്ന ഒരു പത്രത്തെ സംബന്ധിച്ച് നമ്മൾക്ക് അവിടെ വലിയ ഒരു പ്രക്ഷോഭമോ ഒന്നും ഉയർത്താൻ സാധിക്കത്തില്ല. ജസ്റ്റ് പറയാമെന്നുള്ളതിനപ്പുറത്ത് ഒന്നും സാധിക്കത്തില്ല. അപ്പോൾ തന്നെ ഇവരവിടെ ഒരു കോക്കസ് നിർമ്മിതി നടത്തിയിരുന്നു. അവർക്ക് അതിലായിരുന്നു താല്പര്യം, പ്രൊഫഷണലിസത്തിലേക്ക് പോകാതിരിക്കുക. എത്രത്തോളം എന്നാൽ വളരെ നമ്മളെക്കാൾ ജൂനിയറായ വ്യക്തികൾക്ക് സീനിയർ പോസ്റ്റ് കൊടുക്കുക, അവർക്ക് നമ്മളെക്കാൾ അധിക ശമ്പളം കൊടുക്കുക. ഇത് സ്വാഭാവികമായിട്ടും നമ്മളെ ഒരു മെന്റലി ഡിമിനിഷ് ചെയ്യുന്ന ഒന്നിലേക്ക് ഇവര് സ്വാഭാവികമായിട്ട് എത്തിപ്പെടുകയാണ്. അതാണ് ഇതിന്റെ ഒരു തുടക്ക കാലഘട്ടം. പിന്നീടാണ് ആ സമയത്ത് തന്നെ ഞാൻ ഇറങ്ങുമ്പോ ഞാൻ റെസിഗ്നേഷൻ കൊടുക്കുന്നതിന് മുമ്പ് സംഭവിച്ചതിൽ ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ സംഘപരിവാർ ഓറിയന്റേഷൻ ആണ് മാനേജ്മെന്റിന്റെ. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് മരണപ്പെട്ടുപോയ ബാബുസാദ് ഉൾപ്പെടെ കൃത്യമായി അറിയാവുന്ന സംഗതി അഴിമതിയാണ്. അത് നമ്മൾ വെറുതെ ഒരു ആരോപണം ഉന്നയിക്കല്ല. സുപ്രഭാതത്തിൽ ഒരു കൃത്യമായി ഓഡിറ്റിംഗ്, അതിന്റെ 2014 മുതൽ ഓഡിറ്റിംഗ് നടത്തിയാൽ ആർക്കും ബോധ്യപ്പെടുന്ന ഒരു സ്വതന്ത്ര ഓഡിറ്റിംഗ് സംഘടന നടത്തിയാൽ ആർക്കും ബോധ്യപ്പെടുന്ന ഒരു സംഗതിയാണ് അതിൽ വളരെ വ്യക്തമായ അഴിമതി നടന്നിട്ടുള്ളത്. അന്ന് അവിടെ ഉയർന്നു വന്ന ആരോപണം ഇതാണ്. ഇത് എന്റെ ആരോപണമല്ല, അവിടെ ജേർണലിസ്റ്റുകൾക്കിടയിലും അവിടുത്തെ ഉയർന്നു വന്ന ആരോപണം. ഒന്ന്,
ന്യൂസ് റാപ്പ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ അവിടെ കൊണ്ടുവന്നു. ആ ന്യൂസ് റാപ്പിന് ആ കാലഘട്ടത്തിൽ കിട്ടാവുന്ന മേടിക്കാവുന്ന ഏറ്റവും വലിയ വില 1.5 ലക്ഷം മുതൽ 2 ലക്ഷം വരെയാണ്. പക്ഷെ അത് എത്ര രൂപ മുടക്കിയാണ് സുപ്രഭാതത്തിൽ അത് ഇൻസ്റ്റാൾ ചെയ്തതെന്ന് നിങ്ങൾ പരിശോധിച്ചോളൂ. എന്തായാലും 2 ലക്ഷം രൂപയ്ക്കല്ല അത് അവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിളായി 2 ലക്ഷം രൂപ കൊടുത്താൽ ചെയ്യാൻ പറ്റുന്ന കമ്പനികൾ അന്ന് കേരളത്തിൽ നിലനിൽക്കെ ഈ കേരളത്തിന് പുറത്തു നിന്നുള്ള ഒരു IT കമ്പനിയിൽ നിന്നുള്ള ആളുകളെ കൊണ്ടുവന്ന് ഇരുത്തി കൊണ്ടുവന്ന ഒന്ന് ന്യൂസ് റാപ്പ് അഴിമതി, 2 ഈ ഇതിനെ സംബന്ധിച്ചൊക്കെ ഷെയ്ഖുന കോട്ടുമല ബാപ്പു ഉസ്താദ് മുബാറക്കുമായി സംസാരിക്കാറുണ്ടായിരുന്നുവെന്നും ഉസ്താദിനോട് വലിയ അടുപ്പം സൂക്ഷിച്ചിരുന്ന ആളായിരുന്നു മുബാറക്കെന്നും നേരത്തെ ഒരു സ്വകാര്യ സംഭാഷണത്തിൽ അങ്ങ് സൂചിപ്പിച്ചിരുന്നു. ഉസ്താദിന് ഇക്കാര്യങ്ങളെല്ലാം കൃത്യമായി അറിയുമായിരുന്നോ? എന്താണ് അതിൻ്റെ ഒരു വിശദീകരണം? ഇതില് വളരെ രസകരമായ ഒരു സംഗതി, ഇപ്പോഴും മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ആളുകളും മുമ്പ് അവിടെ ഇരുന്ന എഡിറ്റർ ഇൻചാർജും ഒക്കെ വിചാരിച്ചിരിക്കുന്നത് കോട്ടുമല ബാപ്പു ഉസ്താദ് എന്നോട് ഭയങ്കര വിരോധമുള്ള ഒരു വ്യക്തിയാണ് എന്നാണ്. പക്ഷെ ഞാൻ സുപ്രഭാതത്തില് ചാർജ് എടുക്കുന്ന അന്നു മുതൽ എന്നെ നിരന്തരം ഫോണിൽ ബന്ധപ്പെടുകയും ഡെസ്കിലെ കാര്യങ്ങൾ ചോദിക്കുകയും നിരന്തരം ഞങ്ങൾ സംസാരിക്കുകയും എന്നോട് ഒരു സുഹൃത്തിനെ പോലെ അല്ലെങ്കിൽ ഒരു മകനെ പോലെ പെരുമാറിയ ഒരു വ്യക്തിയാണ് കോട്ടുമല ഉസ്താദ്. അപ്പൊ ഞാൻ റെസിഗ്നേഷൻ കൊടുക്കുമ്പോൾ പോലും എന്നെ ഒറ്റയ്ക്ക് റൂമിൽ ഉസ്താദ് വിളിച്ച് ഒരു 10-15 മിനിറ്റോളം സംസാരിക്കുന്നുണ്ടാവും. അന്ന് ഇവര് വിചാരിച്ചത് എന്നെ അവിടെ മൂപ്പരെന്തോ ഫയർ ചെയ്യുകയാണെന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ മൂപ്പര് പിന്നെ ഇവിടെ നിന്ന് പോകാൻ ഉറച്ച തീരുമാനം എടുത്തിട്ടാണോ ഇത് ഈ റിസർവേഷൻ തന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാനത് എന്റെ ഉറച്ച തീരുമാനമാണ് എന്ന് പറയുകയും ഏതെങ്കിലും ഒരു അടിയന്തര ഘട്ടത്തിൽ തിരിച്ചു വിളിച്ചാൽ നിർബന്ധമായിട്ടും സുപ്രഭാതത്തിൽ തിരിച്ച് ജോയിൻ ചെയ്യണം എന്ന്. അല്ല, മുബാറക്ക് കൃത്യമായി റിസൈൻ ചെയ്യാനുള്ള, സുപ്രഭാതത്തിൽ നിന്ന് റിസൈൻ ചെയ്യാനുള്ള ഒരു കാരണം എന്തായിരുന്നു? ഞാൻ റിസൈൻ ചെയ്യാനുള്ളത് ഒരു 2-3 കാര്യങ്ങളാണ്. ഒന്ന്, ഈ സംഘപരിവാർ ആരോപണം പിന്നെ ഉന്നയിക്കുക. അതായത് ഞാൻ ഒറ്റയ്ക്കല്ല അത് ഉന്നയിച്ചത്, ഒരു കൂട്ടമായിട്ടാണ് അത് ഉന്നയിച്ചത്. ഞാൻ പറഞ്ഞ തേജസ്സിലെ ജേർണലിസ്റ്റുകളും ഞാനും ഉൾപ്പെടുന്ന ഒരു വലിയ കൂട്ടം. അതിൽ മുസ്ലിങ്ങൾ ആയ ജേർണലിസ്റ്റുകൾ മാത്രമല്ല, അതിന്റെ ഉള്ളിലുണ്ടായിരുന്ന എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജേർണലിസ്റ്റുകളും ചേർന്നിട്ടാണ് അത്തരത്തിൽ സജീവനെതിരെ ഒരു ആരോപണം ഉന്നയിക്കുന്നത്. ആ ആരോപണം ഉന്നയിക്കുമ്പോൾ ഇവര് സ്വാഭാവികമായിട്ടും ഒരു ഭീഷണിയുടെ സ്വരത്തിലാണ് മാനേജ്മെന്റ് നമ്മളോട് സംസാരിക്കുന്നത്. ആ ഭീഷണിക്ക് വഴങ്ങാത്ത എന്നെ പിന്നെ വ്യക്തിപരമായി ടാർണിഷ് ചെയ്യാനാണ് ശ്രമിച്ചത്. ഒന്നാമത്തെ റീസൺ അതാണ്. പിന്നെ രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത്, എന്നെക്കാളും ജൂനിയേഴ്സ് ആയ 2-3 ജേർണലിസ്റ്റുകൾക്ക് നമ്മളുടെ മുകളിൽ എന്നെ അവിടെ സീനിയർ സബ് എഡിറ്ററായിട്ട് പോസ്റ്റ് ചെയ്യുമ്പോൾ അസിസ്റ്റന്റ് ന്യൂസ് എഡിറ്ററായിട്ടും ചീഫ് സബ് എഡിറ്ററായിട്ടും എന്നെക്കാളും ജൂനിയർ ആയ ആളുകളെ പോസ്റ്റ് ചെയ്യുകയും എനിക്ക് തന്നിരുന്ന ശമ്പളത്തെക്കാൾ അധിക ശമ്പളം അവർക്ക് കൊടുക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾക്കൊരു മാനസിക പ്രയാസം ഉണ്ടാകും. രണ്ടാമത്തെ റീസൺ അതാണ്. ഈ 2 റീസൺ കൊണ്ട് തന്നെ റിസർവേഷൻ കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചാണ്. അതില് രണ്ടാമത്തെ റീസൺ അവിടെ നിൽക്കട്ടെ. അത് സ്വാഭാവികമായും ഒരു സ്ഥാപനമാവുമ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുക സ്വാഭാവികമാണ്. പക്ഷേ ഒന്നാമതായി പറഞ്ഞ വിഷയം വളരെ ഗൗരവമുള്ളതാണ്. നേരത്തെ പറഞ്ഞതുപോലെ തൊപ്പിയിട്ട ആളുകൾ സംഘപരിവാർ നേതാക്കളെ കണ്ട് സംസാരിച്ചു എന്ന്. ഏതെങ്കിലും തൊപ്പിയിട്ട ആളുകളെ കുറിച്ചല്ല പറയുന്ന. സുപ്രഭാതത്തിൻ്റെ അണിയറയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ സംഘപരിവാരത്തിൻ്റെ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി എന്നൊക്കെ പറഞ്ഞത് വളരെ ഗൗരവമുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതിനെക്കുറിച്ച് ഒന്ന് വിശദമായി പറയാമോ? ഇല്ല, ഞാൻ വിശദീകരിച്ച ഈ സംഭവങ്ങളൊക്കെ തന്നെയാണ്. അതായത് നമ്മൾ സംഘപരിവാർ ആരോപണം ഉന്നയിക്കുന്നത് വെറുതെ അല്ല. കാരണം ഡെസ്കിലെ അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ, സംഘപരിവാർ ഓറിയന്റേഷൻ ഉള്ള ആളുകളെ വ്യക്തമായി സംഖ്യയാണ് എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്ന ആളുകളെ ഡെസ്കിലേക്ക് കൊണ്ടുവരിക, അവർക്ക് പിന്നെ ഡെസ്കിന്റെ ചാർജ് കൊടുക്കുക, അവർക്ക് ന്യൂസിൽ ഇടപെടാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, ന്യൂസ് നമ്മൾക്ക് അതിൻ്റെ അകത്ത് ഡെസ്ക് ഡ്യൂട്ടി ഇടുന്നതിൽ അവർക്ക് കൃത്യമായി, അതായത് നമ്മളെ സൈഡ് ലൈൻ ഡ്യൂട്ടി ഇടുമ്പോൾ നമ്മളെ സൈഡ് ലൈൻ ചെയ്യുകയും അവർക്ക് മെയിൻ ഇതിലേക്ക് ഡ്യൂട്ടി കൊടുക്കുകയും, അതുപോലെ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അതായത് അസൈൻമെന്റ്സ് ചെയ്യുന്നതും ഒക്കെ, നമുക്ക് ഡ്യൂട്ടി അസൈൻ ചെയ്യുന്നതിലകത്തൊക്കെ ഇതിനകത്തൊരു വ്യതിരിക്തത നമുക്ക് ഫീൽ ചെയ്യും, ഒരു വ്യത്യസ്തത നമുക്ക് ഫീൽ ചെയ്യും. അത് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു സംഗതി അല്ല എന്നും ഇതിൻ്റെ അകത്ത് കൃത്യമായ അജണ്ട വർക്ക് ചെയ്യുന്നുണ്ട് എന്നും നമുക്ക് ബോധ്യമാകും. ഏത് ബുദ്ധിയുള്ള ഒരു മനുഷ്യനും ബോധ്യമാകും.
ഈ രാഷ്ട്രീയം മനസ്സിലാകുന്ന ഈ സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയ പക്ഷത്ത് നിൽക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവുന്ന സംഗതിയാണ് ഇതൊക്കെ. അപ്പോ പ്രധാനപ്പെട്ട ഒരു കാരണം അത് തന്നെയാണ്. പിന്നെ അതിനകത്ത് 2-3 വിഷയം എന്ന് പറയുന്നത്, ഒന്ന് ബഷീർ കുടയത്തൂർ. ഇപ്പൊ അതിൻ്റെ അകത്ത് പിന്നെ പ്രധാനമായിട്ടും അതിൻ്റെ അകത്ത് വന്ന ചന്ദ്രികയിൽ നിന്ന് വന്ന ബഷീർ കുടയത്തൂർ, അദ്ദേഹം വളരെ സീനിയർ ജേർണലിസ്റ്റ് ആയിട്ട് പോലും അദ്ദേഹത്തിന് കൊടുക്കേണ്ട ഒരു പരിഗണനയും കൊടുക്കാതിരിക്കുകയും അതിന്റെ മുകളിൽ മുൻ എക്സലേറ്റുകളും സംഘപരിവാർ ആശയക്കാരും അദ്ദേഹത്തെ നിയന്ത്രിക്കുന്ന ഒരു ഘട്ടം വന്നപ്പോഴാണ് അദ്ദേഹം ചന്ദ്രികയിലേക്ക് തിരിച്ച് മടങ്ങിപ്പോയത്. അപ്പോ അങ്ങനെ പിന്നെ അവിടെ നിലനിൽക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കി. അതായത് ഇവരുടെ സംഘപരിവാർ രാഷ്ട്രീയത്തെ തുറന്നു കാണിക്കുകയും മാനേജ്മെന്റിനോട് പരാതിപ്പെടുകയും ചെയ്തിട്ടുള്ള ആളുകൾക്ക് അവിടെ നിലനിന്ന് പോകാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാക്കി. അവിടെ നിന്ന് നിരവധി ജേർണലിസ്റ്റുകൾ ഈ വിഷയത്തിൽ തന്നെ പുറത്തു പോയിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, അതിനകത്ത് പേരെടുത്ത് പറയാൻ പറ്റുന്ന കുറെ ആളുകൾ അവിടുന്ന് പോയിട്ടുണ്ട്. ഡെസ്കിലും ബ്യൂറോകളിലും ഒക്കെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന സംഘപരിവാർ വിരുദ്ധരായ ആളുകൾ സുപ്രഭാതത്തിൽ നിന്ന് പോവുകയാണ്. ഈ ഒരു കാര്യമായിരുന്നു അവരെല്ലാം റിസൈൻ ചെയ്യാനുള്ള ഒരു കാരണമായി പറയുന്നത്, അല്ലേ? ഇങ്ങനെ കേട്ടില്ല. അല്ല, ഈ ഒരു കാര്യമായിരുന്നു റിസൈൻ ചെയ്യാനുള്ള കാരണമായി അവരൊക്കെ പറഞ്ഞിരുന്നത് എന്നാണ്. അവർക്ക്, അതായത് ഇവരുടെ വിരുദ്ധ പക്ഷത്തിൽ നിൽക്കുന്നവരാണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത്തരം ജേർണലിസ്റ്റുകളെ ടാർഗറ്റ് ചെയ്യുകയും. അല്ല മുബാറക്, അങ്ങ് ഇതൊക്കെ പറയുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് എന്തായിരിക്കും സുപ്രഭാതത്തിനും അണിയറയിലുള്ളവർക്കും ഇതുകൊണ്ടൊക്കെയുള്ള ഒരു ലാഭം? സംഘപരിവാരത്തെ ഇങ്ങനെ സുഖിപ്പിക്കുന്നത് കൊണ്ടുള്ള മെച്ചം എന്താണ് അവർക്ക്? ഇതൊരു സുഖിപ്പിക്കലല്ല. അതായത് സംഘപരിവാറിന്റെ വാർത്തകൾ കൊടുക്കലോ അവർക്ക് പ്രമോഷനോ അല്ല ഇവർ ഉദ്ദേശിക്കുന്നത്. അവരുടെ വിരുദ്ധ വാർത്തകളെ കില്ല് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇപ്പൊ ബ്യൂറോയിൽ നിന്നും സംഘപരിവാറിന് വിരുദ്ധമായ ഒരു ന്യൂസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ അത് കൊടുക്കില്ല, അത് മുക്കും, ഡെസ്കിൽ അത് മുക്കും. അല്ലെങ്കിൽ അതിന്റെ ഗൗരവം തീരെ കുറച്ച് ലൈറ്റനാക്കി വളരെ മോശമാക്കി അത് ഫസ്റ്റ് പേജിൽ പ്ലേസ് ചെയ്യേണ്ട സാധനം 8-ാമത്തെയോ 9-ാമത്തെയോ ചരമ പേജിലോ ഒക്കെ കൊണ്ടുപോയി പ്ലേസ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. സ്വാഭാവികമായിട്ടും അതിന്റെ പിന്നാലെ നടന്ന് ആ ന്യൂസ് കളക്ട് ചെയ്ത് അത് സ്റ്റോറിയാക്കി അത് ടൈപ്പ് ചെയ്ത് ഡെസ്കിലേക്ക് അയക്കുമ്പോൾ ഒരു ജേർണലിസ്റ്റ് പ്രതീക്ഷിക്കുന്ന എന്താണ്? നാളെ ഇയാൾ എഴുതുന്ന ഈ സംഘപരിവാർ വിരുദ്ധ വാർത്ത സ്വാഭാവികമായിട്ടും ചർച്ചയാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നിട്ട് അയാൾ ചിന്തിക്കുന്നു, അല്ലെ? അതെ, അയാളുടെ പേര് വരും, അയാൾക്ക് അതിൽ പിന്നെ ജേർണലിസ്റ്റ് എന്നുള്ള നിലയിൽ കുറച്ച് വില ഉണ്ടാവും എന്നൊക്കെ പ്രതീക്ഷിച്ച് ന്യൂസ് അയക്കുമ്പോൾ അതിനെ ഡെസ്കിൽ കില്ല് ചെയ്യുകയാണ്. അപ്പൊ അങ്ങനെ ഇവരെ പിന്നെ അവർക്ക് അസൈൻ ചെയ്യുന്ന ഡ്യൂട്ടീസിന്റെ അകത്ത് പക്ഷപാതം കാണിക്കുക, ട്രാൻസ്ഫർ ലിസ്റ്റിൽ പക്ഷപാതം കാണിക്കുക, ട്രാൻസ്ഫർ ലിസ്റ്റ് ഉപദ്രവിക്കാനായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ എന്റെ വിഷയത്തിൽ തന്നെ ഞാൻ തുടക്കം മുതൽ ആവശ്യപ്പെട്ടിരുന്നത് എനിക്ക് തിരുവനന്തപുരം തരണമെന്നാണ്. പക്ഷെ ഒരു ഘട്ടത്തിലും അവർ തിരുവനന്തപുരം തരാൻ തയ്യാറല്ല. എന്റെ റെസിഗ്നേഷനും ഒരു കാരണം അതാണ്. കാരണം എന്റെ ഒരു പ്രവർത്തന മണ്ഡലം എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്. അപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് തന്നെ പത്രപ്രവർത്തനം പഠിക്കുകയും അവിടെ തന്നെ ജീവിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി എന്നുള്ളതിൽ എനിക്ക് തിരുവനന്തപുരം തരണമെന്ന് നിരന്തരം ആവശ്യപ്പെട്ടിട്ടും മാനേജ്മെന്റ് അത് പരിഗണിച്ചിട്ടേ ഇല്ല. അതിൽ ഒരു റീസൺ അതാണ്. അങ്ങനെ പിന്നെ ഇതാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. അതിന് ഇതിനകത്ത് ലാഭം എന്ന് പറയുന്ന ഒരു സംഗതി ഞാൻ നേരത്തെ പറഞ്ഞ, അതായത് ഇവിടെ നിന്നിട്ടാണ് ഇവര് ഫോക്കസ് ബിൽഡ് ചെയ്യുകയും അതിലേക്ക് CPM സാധ്യതകൾ കാണുകയും CPMന്റെ സിൻഡിക്കേറ്റിനെ സുപ്രഭാതത്തിനുള്ളിൽ ബിൽഡ് ചെയ്യുകയും ചെയ്തത് ശരിക്കും സംഘപരിവാർ വഴിയാണ്. അതെ, അത് നമുക്ക് ശരിക്കും പ്രത്യക്ഷത്തിൽ മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. CPM അനുഭാവികളും പ്രവർത്തകരും ഒരുപാട് ആളുകൾ അതിനകത്തുണ്ട്. അവർ സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ നിരന്തരം CPMന് വേണ്ടി വാദിക്കുന്നു. അത് സംബന്ധമായ പോസ്റ്ററുകൾ പങ്കുവെക്കുന്നു, പോസ്റ്റുകൾ പങ്കുവെക്കുന്നു. പക്ഷേ മുബാറക് പറയുന്ന ഈ സംഘപരിവാർ ബന്ധം എന്നത് ഒരു പേടിപ്പെടുത്തുന്ന കാര്യം കൂടിയാണ്. നമുക്ക് ആലോചിക്കാവുന്നതിനും അപ്പുറം ഉള്ള കുറെ കാര്യങ്ങളാണ് അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നമ്മളെ വളരെ ഭയപ്പെടുത്തുന്ന ഒരു സംഗതി എന്ന് പറയുന്നത്, ഈ പ്രഭാതം മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും സമസ്തയുടെ പ്രവർത്തകരായും നേതാക്കളായും കാലങ്ങളായി ഇരുന്ന വ്യക്തികൾ സ്ട്രേറ്റ് BJP നേതാക്കളുമായിട്ട് ചർച്ചയ്ക്ക് പോകുന്നത് വളരെ അപകടകരമായ സംഗതിയാണ്. അതായത് ഇതിൻ്റെ അകത്ത് കുറെ പാലങ്ങളുണ്ട്. മെയിൻ പാലം എന്ന് പറയുന്നത് ഈ പറയുന്ന പഴയ എക്സിക്യൂട്ടീവ് എഡിറ്ററാണ്.
അദ്ദേഹത്തെ അവിടുന്ന് എന്തിനാണ് അദ്ദേഹത്തിന് പെൻഷൻ പ്രായം കഴിഞ്ഞിട്ടും വീണ്ടും നിലനിർത്തുകയും അവസാനം മാനേജ്മെന്റിന് ഇദ്ദേഹം 10 വർഷത്തോളം ഏതാണ്ട് 8-9 വർഷത്തോളം എടുത്തു ഇദ്ദേഹം ഒരു സംഘപരിവാർ സഹചാരിയാണ് എന്ന് സുപ്രഭാതം മാനേജ്മെന്റിലെ തുച്ഛമായ ആളുകൾക്ക് ബോധ്യമാകാൻ ഈ ഒരു 8-9 വർഷത്തോളം എടുക്കുക എന്ന് പറയുന്നത്. അതിനുശേഷമാണ് അദ്ദേഹത്തോട് ഇനി ഓഫീസിൽ വരണ്ട എന്നും ഇനി എക്സ്റ്റെൻഡ് ചെയ്യാൻ താല്പര്യമില്ല എന്നും പറഞ്ഞ് അദ്ദേഹത്തെ ഒഴിവാക്കുന്നത്. യഥാർത്ഥത്തിൽ അദ്ദേഹം ഇതിനിടയിലെ പാലമാണ്. അദ്ദേഹം ഒരേ സമയം CPM-നിടയിലെയും പാലമാണ്, സംഘപരിവാറിനിടയിലെയും പാലമാണ്. പല ഗിമ്മിക്കുകളും പല തന്ത്രങ്ങളും കാണിച്ചിട്ടാണ് അദ്ദേഹം സമസ്ത നേതാക്കന്മാരുടെ വിശ്വസ്തനായി മാറിയത്. ആ വിശ്വസ്തത, ആ ഭയങ്കരത ഉപയോഗിച്ചിട്ടാണ് മാനേജ്മെന്റിലെ ആളുകൾ സ്വയം പരിഗണിക്കുകയും അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെന്റിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകളെ വരുതിയിലാക്കുകയും അതിൻ്റെ അകത്ത് ഈ CPM-ന്റെയും സംഘപരിവാറിന്റെയും ഒരേ സമയം പാലമായി വർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അതില് സാമ്പത്തിക ലാഭം കൂടി ഇതിന്റെ അകത്ത് കടന്നു വരുന്നുണ്ട്. അതായത് CPM സിൻഡിക്കേറ്റിനെ ഉണ്ടാക്കുകയും അവിടെ നിന്ന് ലീഗുകാരായിരുന്ന പല ജേർണലിസ്റ്റുകളെയും തന്ത്രപരമായി മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി ലീഗ് വിരുദ്ധരാക്കി CPM-ന്റെ അനുകൂലമായി ചിന്തിക്കുന്നവരാക്കുകയും ഒരു പക്ഷെ സ്ട്രെയിറ്റ് CPM-ലേക്ക് പോയാൽ ഇതിലൊരു സംശയം തോന്നുമെന്നുള്ള നിലയിൽ മറ്റു പാർട്ടികളിലേക്ക് ഇവരെ ഡൈവേർട്ട് ചെയ്ത് വിടുകയും ചെയ്തതിന്റെ പിന്നിലെ ബുദ്ധിസജീവനാണ്. ഇത് അവിടെ അയാൾ വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത് നടത്തിയിട്ടുള്ള സംഗതികളാണ്. അതായത് ലീഗ് അനുകൂലികളായി ചിന്തിക്കുന്ന ആളുകളെ വഴങ്ങിയില്ല എന്നുണ്ടെങ്കിൽ അവരെ ഈ ഡെസ്കിൽ തന്നെ നിർത്തില്ല. അതായത് അവര് മാനസികമായിട്ടും അവർക്ക് ഈ ഡ്യൂട്ടി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന വിഷയത്തിലൊക്കെ ഇട്ട് അസൈൻമെന്റ് കൊടുക്കുന്ന വിഷയത്തിലൊക്കെ ഇട്ട് ഡ്യൂട്ടി അസൈൻ ചെയ്ത് കൊടുക്കുന്ന വിഷയത്തിലും അവർക്ക് ബ്യൂറോയിലേക്ക് ഇടുന്ന വിഷയത്തിലും അവരുടെ ട്രാൻസ്ഫർ ലിസ്റ്റിലും ഒക്കെ കളിച്ച് ഇവരെ മാനസികമായിട്ട് പീഡിപ്പിക്കും. സ്വാഭാവികമായിട്ടും ഒന്നുകിലും ഇവർ പണി ഇട്ടിട്ട് പോകും, അല്ലെന്നുണ്ടെങ്കിൽ അടുത്ത മാർഗം തേടും മറ്റ് മീഡിയ സ്ഥാപനങ്ങളിലേക്ക്. അങ്ങനെ പോയ കുറെ ആളുകളുണ്ട്. അതായത് സമസ്തയുടെ SKSSF-ന്റെ ഒക്കെ വളരെ ശക്തരായ പ്രവർത്തകർ സുപ്രഭാതം ഉപേക്ഷിച്ചു പോയിട്ടുണ്ട് ഇത്തരത്തിലുള്ള പീഡനങ്ങൾ കാരണമായി. എന്നിട്ട് അങ്ങനെയാണ് കോക്കസിനെ ബിൽഡ് ചെയ്ത് നിലവിൽ ഒരു ശക്തമായ CPM സിൻഡിക്കേറ്റ് സുപ്രഭാതത്തിനുള്ളിൽ പ്രവർത്തിപ്പിക്കുന്ന തലത്തിലേക്ക് ഇദ്ദേഹം കൊണ്ടെത്തിച്ചിട്ടുള്ളത്. മുബാറക്ക് 2 കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒന്ന്, CPM അനുകൂലമായ ഒരു നിലപാടെടുത്തു എന്നുള്ളത്. അതോടൊപ്പം സുപ്രഭാതത്തിൻ്റെ അണിയറ ശില്പികളായ കുറേ ആളുകൾ സംഘപരിവാര അജണ്ട നടപ്പിലാക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് മറ്റൊരു ആരോപണം. ഇങ്ങനെ 2 ആരോപണങ്ങളാണ് പ്രധാനമായും മുബാറക്ക് ആരോപിക്കുന്നത്. എന്താണ് അതുകൊണ്ട് സുപ്രഭാതത്തിന് അണിയറ ശില്പികൾക്കുണ്ടാകുന്ന ഒരു നേട്ടം, മെച്ചം എന്താണ് അങ്ങ് മനസ്സിലാക്കുന്നത്? ഇതില് സുപ്രഭാതത്തിന്റെ അണിയറ പ്രവർത്തകർക്ക് അല്ലെന്നുണ്ടെങ്കിൽ സുപ്രഭാതത്തെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇപ്പോഴും മനസ്സിലാവാത്ത സംഗതി, സുപ്രഭാതത്തിന് തത്വത്തിൽ ഇത് വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സാമുദായികമായും സാമൂഹികമായും വലിയ നഷ്ടങ്ങൾ സുപ്രഭാതത്തിന് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് സുപ്രഭാതത്തിന്റെ 2-3 വർഷം മുമ്പുള്ള സർക്കുലേഷനും ഇപ്പോഴത്തെ സർക്കുലേഷനും എടുത്ത് പഠിച്ചാൽ തന്നെ മനസ്സിലാകുന്ന ഒരു സംഗതിയാണ്. സുപ്രഭാതത്തിന് വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ വ്യക്തിപരമായ ലാഭങ്ങൾ സുപ്രഭാതത്തിനുള്ളിലുള്ളവർക്ക്, ഇതിന് നേതൃത്വം കൊടുക്കുന്നവർക്ക്, ഇതിന്റെ മുന്നണിയിലും പിന്നണിയിലും നിൽക്കുന്നവർക്ക് വളരെ കൃത്യമായ സാമ്പത്തിക ലാഭം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു ആരോപണം മാത്രമായിട്ടൊന്നും അല്ല ഉയർന്നു വന്നിരിക്കുന്നത്. നമ്മളത് ഒരു ആരോപണമായിട്ട് ഉന്നയിക്കുന്ന പോലുമില്ല. പക്ഷെ അത് അങ്ങനെ തന്നെ ബോധ്യമുള്ള ആളുകൾ നമ്മളോട് പലപ്പോഴും ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഈ അവസാനം വന്ന പരസ്യത്തിന്റെ ഇഷ്യൂവിൽ പോലും അതിൻ്റെ അകത്ത് കടിച്ചു തൂങ്ങി വീണ്ടും പ്രകോപനപരമായിട്ട് അവസാന ദിവസവും ഇലക്ഷന്റെ അന്നും പരസ്യം കൊടുക്കാനുള്ളൊരു കാരണം വ്യക്തിപരമായി സാമ്പത്തിക ലാഭം ഉണ്ടായതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് എന്ന് വാദിക്കുകയും അത് സ്ഥാപിക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ആളുകൾ നമ്മളോട് ആ വിഷയം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് CPM-ആയിട്ടുള്ളത് വളരെ കൃത്യമായ സാമ്പത്തികമാണ്. അല്ലാതെ സംഘടനയ്ക്ക് അതുകൊണ്ട് ഗുണമില്ല, സമൂഹത്തിന് അതുകൊണ്ട് ഗുണമില്ല, സമുദായത്തിന് അതുകൊണ്ട് ഗുണമില്ല, പത്രത്തിന് അതുകൊണ്ട് ഗുണമില്ല. യഥാർത്ഥത്തിൽ ഈ പത്രത്തെ നാശത്തിലേക്ക് തള്ളിയിട്ടുകൊണ്ടാണ് ഇവർ ഈ CPM സിൻഡിക്കേറ്റിനെ അവിടെ ബിൽഡ് ചെയ്യുന്നതും CPM സിൻഡിക്കേറ്റിന് അനുകൂലമായിട്ട് CPM സിൻഡിക്കേറ്റ് ജേർണലിസ്റ്റുകൾ തന്നെ സുപ്രഭാതത്തിലുണ്ട്.
അതിലെ CPM സിൻഡിക്കേറ്റ് ആണ് എന്ന് 100% CPM സിൻഡിക്കേറ്റിനുള്ളിൽ ഉള്ള പാർട്ടി മെമ്പർഷിപ്പും അല്ലെങ്കിൽ പാർട്ടി ഘടകത്തിലുള്ള ആളാണ് നിലവിൽ സുപ്രഭാതത്തിന്റെ ഡെസ്കിന്റെ അകത്തെ കാര്യങ്ങളും സുപ്രഭാതത്തിന്റെ മാറ്ററുകളും സുപ്രഭാതത്തിന്റെ ഏതൊക്കെ വാർത്ത വരണം വരണ്ട, ആരുടെയൊക്കെ വാർത്ത വരണം വരണ്ട തീരുമാനിക്കുന്നതും CPM സിൻഡിക്കേറ്റിലെ പ്രധാനപ്പെട്ട ജേർണലിസ്റ്റ് ആണ് സുപ്രഭാതത്തിന്റെ ഇന്നത്തെ ഡെസ്കിന്റെ ചീഫായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ തന്നെ നമുക്ക് ഇതിനകത്ത് കൃത്യമായി നമുക്ക് മനസ്സിലാവുമല്ലോ ഇതിൻ്റെ അകത്ത് ആരാണ്, ഇത് എങ്ങനെയാണ് എന്നുള്ളത്. അതാണ് ഇപ്പം നിലവിൽ സുപ്രഭാതത്തിന് മൊത്തത്തിൽ നഷ്ടമാണ്. വ്യക്തിപരമായി ഇതിന്റെ പിന്നിൽ നിൽക്കുന്ന എല്ലാവർക്കും ലാഭമുണ്ട്. നേരത്തെ അങ്ങ് പറഞ്ഞ് പൂർത്തിയാക്കാത്ത ഒരു കാര്യം, വന്യരായ കോട്ടുമല ഉസ്താദുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നു. താങ്കളുമായി എപ്പോഴും നല്ല ബന്ധം പുലർത്തിയിരുന്ന, കൂടുതൽ സംസാരിച്ചിരുന്ന, ചില കാര്യങ്ങളൊക്കെ വളരെയധികം അടുത്ത ഒരാളെന്ന നിലക്ക് സൂചിപ്പിച്ചിരുന്ന കുറേ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു അവ? നേരത്തെ പറഞ്ഞ് പൂർത്തിയാക്കാനുള്ളതാണ്, അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? ഞാൻ പറഞ്ഞു നിർത്തിയെടുത്തതെന്നു പറഞ്ഞാൽ, ഞാൻ റിസൈൻ ചെയ്തിട്ട് സുപ്രഭാതത്തിൽ നിന്ന് വരുമ്പോഴും പിന്നീട് എനിക്ക് ആ സമയത്ത് ഒരു ഓഫർ ലെറ്റർ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തുള്ള ഒരു എഞ്ചിനീയറിംഗ് കോളേജിന്റെ PRO ആയിട്ടാണ് പിന്നീട് ഞാൻ ജോലിക്ക് കയറുന്നത്. പക്ഷെ ആ സമയത്ത് പോലും മിക്കവാറും ആഴ്ചകളിൽ ഉസ്താദ് വിളിക്കാറുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഉസ്താദിനെ അങ്ങോട്ട് വിളിക്കും. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അങ്ങനെ തന്നെ തുടർന്നു പോയിരുന്നു, മരണം വരെ. അങ്ങനെ നമ്മൾ പരസ്പരം കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പിന്നെ അങ്ങനെ 2016 ഡിസംബറിലാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഉസ്താദ് എന്നെ ഒരു ദിവസം വിളിക്കുകയാണ്. ഞാൻ ഇവിടെ കോഴിക്കോട് മിംസിൽ അഡ്മിറ്റാണ്, എനിക്ക് നിന്നെ ഒന്ന് നിർബന്ധമായിട്ടും കാണണം. അപ്പൊ ഞാൻ തിരുവനന്തപുരത്താണ്, പിന്നെ ജോലി തിരക്കുകൾ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ നിർബന്ധമായിട്ടും വന്നേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഉസ്താദ് അഡ്മിറ്റ് ആയ ആ സമയമാണ്. ഹാർട്ടിന് പ്രശ്നമായി മിംസിൽ അഡ്മിറ്റ് ആയ ആ സമയത്ത്, തുടക്ക സമയത്ത് പിന്നെ ഉസ്താദിന്റെ റൂമിൽ ഞാൻ പോകുമ്പോൾ യഥാർത്ഥത്തിൽ ഉസ്താദ് ലിറ്ററലി കരയായിരുന്നു. നമ്മൾ കയറി പോയി സലാം പറഞ്ഞ് വിശേഷങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം സുപ്രഭാതത്തിന്റെ സംസാരം തുടങ്ങുമ്പോൾ മുതൽ ഉസ്താദ് ലിറ്ററലി കരയുകയാണ്. അന്ന് ഉസ്താദ് എൻ്റെ അടുത്ത് പറഞ്ഞു, കോട്ടുമല ഉസ്താദ് രോഗശയ്യയിലായിരിക്കുമ്പോൾ പോലും സുപ്രഭാതത്തിന്റെ ദുരവസ്ഥയോർത്ത് വിഷമിച്ചിരുന്നു എന്നാണല്ലോ ഈ മുബാറക് ഇപ്പോൾ പറയുന്നത്, അതല്ലേ പറയുന്നത്? അതെ, ഞാൻ ആ പോസ്റ്റിലും എഴുതിയിട്ടുണ്ടല്ലോ, ഞാൻ എൻ്റെ വൈറലായ ആ കമന്റിലും ഞാൻ വളരെ കൃത്യമായി ആ സൂചന നൽകിയിട്ടുണ്ട്. അതായത് സുപ്രഭാതത്തിന് കാരണമായിട്ടുണ്ടായ ഹൃദയവേദനയാണ് യഥാർത്ഥത്തിൽ ഉസ്താദിന്റെ മരണത്തിലേക്ക് നയിച്ചത് എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അദ്ദേഹം അത്രത്തോളം സ്ട്രെസ്സും സ്ട്രെയിനും ഈ വിഷയത്തിൽ ഒരു പണ്ഡിതൻ എന്നുള്ള നിലയിൽ അതിന്റെ ചെയർമാനായിട്ടിരിക്കുകയും എന്നാൽ അദ്ദേഹത്തിന്റെ കീഴിൽ നടക്കുന്ന വിഷയങ്ങളെ അദ്ദേഹത്തിന് നിയന്ത്രിക്കാൻ പറ്റാതെ വരികയും ചെയ്തപ്പോൾ അദ്ദേഹത്തിനുണ്ടായ സമ്മർദ്ദം വലിയ സമ്മർദ്ദമാണ്. പ്രത്യേകിച്ച് അത്രയും ഈമാനുള്ള ഒരു പണ്ഡിതന് സമ്മർദ്ദം ഉണ്ടാകുക സ്വാഭാവികമാണല്ലോ, നമുക്കത് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ഇതെന്ത് ചെയ്യും? അദ്ദേഹം യഥാർത്ഥത്തിൽ ഉസ്താദിന്റെ ഒരു കരിസ്മ വെച്ചിട്ട് ഉസ്താദ് ശരിക്കും പകച്ചു പോകേണ്ടതല്ല. പക്ഷെ ഉസ്താദ് പോലും പകച്ചു പോകുന്ന നിലയിലുള്ള അഴിമതി സുപ്രഭാതത്തിൽ നടന്നിട്ടുണ്ട് എന്ന് ഉസ്താദിന്റെ വായിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ഏറ്റവും അവസാനമായിട്ട് ഉസ്താദുമായിട്ട് മീറ്റ് ചെയ്യുമ്പോൾ ഉസ്താദ് പറഞ്ഞിട്ടുള്ള കുറെ സംഗതികളുണ്ട്. ഒരുപക്ഷെ പൊതുസമൂഹത്തിൽ അത് തുറന്നു പറയണോ വേണ്ടോ എന്ന് പോലും ചിന്തിക്കുന്ന ഒരു സംഗതിയാണ്. കാരണം മൊത്തത്തിൽ സമസ്യയെ തന്നെ ശരിക്കും ആരായിരിക്കും ഉസ്താദിന്റെ അവസാന നാളുകളിൽ ഇത്ര ഒരു വിഷമവൃത്തത്തിലാക്കിയതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ ആരായിരിക്കും? ഉസ്താദിന്റെ താഴെ സുപ്രഭാതത്തിൽ ഏറ്റവും ഉന്നത പോസ്റ്റിലിരിക്കുന്ന, അന്ന് ഉസ്താദിന്റെ താഴെ പോസ്റ്റിൽ ഇരുന്നിട്ടുള്ള ആളുകളൊക്കെ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ന്യൂസ്റാപ്പ് അഴിമതി മുതൽ ന്യൂസ് പ്രിന്റ് മേടിക്കുന്ന അഴിമതി മുതൽ പ്രിന്റിംഗ് മെഷീൻ, പ്രസ്സിലെ പ്രിന്റിംഗ് മെഷീൻ മേടിക്കുന്ന അഴിമതി മുതൽ എന്തിന് സുപ്രഭാതത്തിൽ ഒരു ചവിട്ടി മേടിക്കണമെങ്കിൽ, ഒരു കാലിട്ട് ചവിട്ടുന്ന ചവിട്ടി മേടിക്കുന്നതിൽ പോലും അഴിമതി നടത്തിയിട്ടുണ്ട്. പിന്നുള്ളൊരു സംഗതി എന്ന് പറയുന്നത്, അന്ന് നമ്മുടെ ലേബർ ഡിപ്പാർട്ട്മെന്റിൽ നിന്നിട്ട് സുപ്രഭാതത്തിനെതിരെ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു മെമ്മോയോ മറ്റോ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് കാണിച്ചിരുന്നത് ആകെ 10 ആളുകളെ മാത്രമാണ് ഇവിടെ സ്ഥിര നിയമനം ഉള്ളത് എന്നും, യഥാർത്ഥത്തിൽ അന്ന് എല്ലാ സ്റ്റാഫുകൾക്കും സ്ഥിര നിയമനം കൊടുക്കുന്ന സമയത്ത് 10 സ്റ്റാഫുകൾ മാത്രമേ സ്ഥിര നിയമനം ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ലേബർ ഡിപ്പാർട്ട്മെന്റിനെ പോലും സുപ്രഭാതത്തിന്റെ അഡ്മിനിസ്ട്രേഷനിൽ ഇരുന്ന ആളുകൾ പറ്റിച്ചിട്ടുണ്ട് എന്ന് അന്ന് ഉയർന്നു വന്ന ആരോപണങ്ങളിൽ ഒന്നാണ്. ഇതൊക്കെ വലിയ സമ്മർദ്ദമാണ്. കാരണം ഇത്തരത്തിലുള്ള ഒരു എന്താ പറയുക, ഒരു സുന്നി സംഘടന അല്ലെന്നുണ്ടെങ്കിൽ ഇത്രയും ഇസ്ലാമികമായിട്ട്
പണ്ഡിതന്മാരാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു സംഘടനയുടെ പത്രത്തിന്റെ തലപ്പത്തിരുന്നു കൊണ്ട് ഇത്തരം അഴിമതികൾ കാണിക്കുന്ന ആ ഒരു സംഗതിയെ നിയന്ത്രിക്കാൻ പറ്റാതെ വരുമ്പോൾ ഒരു മനുഷ്യൻ പകച്ചു പോവുക സ്വാഭാവികമാണ്. അത് ഉസ്താദിനെ വല്ലാതെ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്. അപ്പൊ അത് യഥാർത്ഥത്തിൽ അന്ന് ഉസ്താദ് പറഞ്ഞൊരു സംഗതി, അന്ന് നീ ഹുസൈൻ തന്നിട്ട് ഇറങ്ങിപ്പോകുമ്പോൾ നീ പറഞ്ഞ സംഗതി യഥാർത്ഥത്തിൽ ഞാൻ പകുതി മാത്രമേ വിശ്വസിച്ചിട്ടുള്ളായിരുന്നു. അന്ന് എനിക്ക് ബോധ്യങ്ങളില്ലായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ തികഞ്ഞ ബോധ്യത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. ആ മുഴുവൻ ആളുകളും സുപ്രഭാതത്തെ നശിപ്പിക്കും എന്നാണ് ഉസ്താദ് പറഞ്ഞ വാക്കാണ്. അവരെ എത്രയും വേഗം സുപ്രഭാതത്തിൽ നിന്ന് പുറത്താക്കിയെങ്കിൽ മാത്രമേ സമുദായം രക്ഷപ്പെടുകയുള്ളൂ വാക്കാണ് അന്ന് ബാപ്പു ഉസ്താദ് അവർ ഉപയോഗിച്ചത്. പിന്നീട് ഞാൻ അദ്ദേഹത്തിന്റെ മയ്യത്താണ് കാണുന്നത്. അപ്പൊ അത് ഒരു പക്ഷെ ഉസ്താദ് ഒരു പ്രവാചകനെ പോലെ അല്ലെങ്കിൽ ഒരു അത്രയും ദാർശനികതയോടുകൂടി പറഞ്ഞൊരു സംഗതിയായിരിക്കും. യഥാർത്ഥത്തിൽ അന്ന് ഉസ്താദ് പറഞ്ഞ കുറെ സംഗതികളൊക്കെ തന്നെയാണ് ഇന്ന് സുപ്രഭാതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവര് കരുതി ഈ വിഷയത്തിലുള്ള ഉസ്താദുമായിട്ടുള്ള എന്റെ ബന്ധം മനസ്സിലാക്കാതെ ഉസ്താദ് മരണപ്പെട്ട ശേഷം സുപ്രഭാതം സപ്ലിമെന്റ് എഴുതിയ അന്നത്തെ എഡിറ്റർ ഇൻ ചീഫ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു ആവശ്യവുമില്ലാതെ എന്നെ വ്യക്തിപരമായി ആക്ഷേപിച്ചുകൊണ്ട് ഞാൻ ടാർണിഷ് ചെയ്യാനാണ് ശ്രമിച്ചിട്ടുള്ളത്. ഒരു പക്ഷേ അന്ന് ആ സപ്ലിമെന്റിൽ ഒരു ആവശ്യവും ഉസ്താദിന്റെ മരണത്തിന് ശേഷമുള്ള സുപ്രഭാതം ഇറക്കിയ സപ്ലിമെന്റിന്റെ അകത്ത് അന്നത്തെ എഡിറ്റർ ഇൻ ചീഫ് ആയിരുന്ന നവാസ് പൂനൂര് എന്റെ പേര് പറയാതെ ഞാനാണ് എന്ന് ബോധ്യപ്പെടുന്ന നിലയിൽ എന്റെ വേഷം ഉൾപ്പെടെ എടുത്ത് പറഞ്ഞുകൊണ്ട് എന്നെ ടാർണിഷ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഞാനും ഉസ്താദും തമ്മിലുള്ള ബന്ധം എങ്ങനെയോ ഇവർ അറിഞ്ഞതിന് ശേഷം ഞാനിത് പുറത്തേക്ക് പറയുമോ എന്നുള്ള ഭയത്തിൽ നിന്നായിരിക്കണം അന്ന് എത്രയോ ജേർണലിസ്റ്റുകൾ ഉണ്ടായിരുന്നു. അവരുമായിട്ട് എല്ലാ അനുഭവങ്ങളും പങ്കുവെക്കാവുന്ന ഉള്ള നിലയിൽ എന്റെ കാര്യം മാത്രം എടുത്തു പറയുന്ന ഒരു സാഹചര്യമുണ്ട്. ഞാനന്ന് ഇറങ്ങിയിട്ട് തന്നെ 3-4 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ സംഭവം പോലും ഉണ്ടാകുന്നത്. അപ്പൊ ആ സമയത്ത് പോലും ഞാൻ അവിടെ ഒരു സബ്ജക്റ്റായി വരണമെങ്കിൽ അന്ന് ഞാൻ ഉയർത്തിയ ആരോപണങ്ങൾ സത്യമായിരുന്നു എന്ന് ആർക്കൊക്കെയോ ബോധ്യമുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള സംഗതി. അടുത്ത കാലത്ത് നിരവധി വിവാദങ്ങളാണ് സുപ്രഭാതത്തെ ചൊല്ലിയുണ്ടാകുന്നത്. സുപ്രഭാതം പത്രത്തിന്റെ ചില വരിക്കാർ തന്നെ ഈർഷ്യമൂത്ത് അത് കത്തിക്കുന്നു. നിരന്തരം എതിർപ്പുകൾ ഉണ്ടാകുമ്പോഴും LDF വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള പരസ്യം ചെയ്യുന്നു. അങ്ങനെ ഒപ്പം നാളിതുവരെ സമസ്തയെയും സമസ്ത നേതാക്കളെയും ഒരു ശ്വാസം കൊണ്ടുപോലും കടാക്ഷിക്കാത്ത പലരും സുപ്രഭാതം സോഷ്യൽ മീഡിയ പ്രൊഫൈൽ ക്യാമ്പയിനിൽ പങ്കാളികളാകുന്നു. ഇത്തരത്തിലുള്ള ഒരു നിലപാടുകളുമായി LDF നേതാക്കളും അതിൻ്റെ സോഷ്യൽ മീഡിയ പ്രവർത്തകരും സോഷ്യൽ മീഡിയയിൽ സജീവമായ ഇടത് അനുകൂല പ്രൊഫൈലുകളുമൊക്കെ മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. ഇതിനെ എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത്? കൃത്യമായി അന്തർധാരയൊന്നുമല്ല, ഉപരിധാര തന്നെയാണിത്. ഇത് CPM വേണ്ടി പണിയെടുക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഇതിൻ്റെ അകത്ത് ഇവരൊരു അപകടം മനസ്സിലാക്കുന്നില്ല. ഇതൊരു പണ്ഡിത സംഘടനയാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു സംവിധാനമാണ്. CPM യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് ഈ പണ്ഡിതന്മാർ സമൂഹത്തിൽ പരസ്പരം തമ്മിൽ തല്ലണമെന്നും പുതിയ തലമുറയ്ക്ക് ഈ പണ്ഡിതന്മാരോടുള്ള ഇസ്ലാമികമായും ഈമാനികമായിട്ടുമുള്ള സ്നേഹം ഇല്ലാതാവണമെന്നും അവരെ തനിച്ച ലിബറലുകളാക്കി ഇവരിലേക്ക് കിട്ടണമെന്നും, അതായത് ഈ സ്നേഹം പണ്ഡിതന്മാരുടെ സ്നേഹം ഇല്ലാതാകുന്നതോടുകൂടി സ്വാഭാവികമായിട്ടും ഇവർ ദീനിൽ നിന്നിട്ടാണ് അകന്നു പോകുന്നത്. ഈ KM ഷാജി സാഹിബ് പറഞ്ഞതുപോലെ ഇതിന്റെ പരിസരത്ത് നിന്ന് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീനിന്റെ പരിസരത്ത് നിന്ന് CPM ഓഫീസിന്റെ പരിസരത്തേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അത് ദീനിന്റെ പരിസരത്തിൽ നിന്നുള്ള സമ്പൂർണമായ പോക്കാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഈ പണ്ഡിതന്മാരെ അവരാൽ തന്നെ തമ്മിലടുപ്പിച്ച് ഇടയിൽ നിന്ന് ചോര കുടിക്കാനുള്ള പണിയാണ് ഇപ്പൊ ചെയ്യുന്നത്. മുബാറക്, അതോടൊപ്പം മറ്റൊരു കാര്യം, സമസ്തയും CIC-യും കുറച്ചായി ഒരു സ്വരച്ചേർച്ചയില്ലായ്മ നിലവിലുണ്ട്. ഈ ഒരു സാഹചര്യം മുതലെടുത്തുകൊണ്ട് CIC-യെയും സമസ്തയെയും കൂടുതൽ അകറ്റാനുള്ള ഗൂഢശ്രമം ഇടതുപക്ഷത്തിൻ്റെ ചില നേതാക്കന്മാരിൽ നിന്നും മറ്റുമൊക്കെ ആയിട്ട് ഉണ്ട് എന്നുള്ള സൂചനകൾ പലയിടത്തും കണ്ടിരുന്നു. ഇവരെ ഒന്നുകൂടി അകറ്റാനുള്ള ശ്രമത്തിൻ്റെ പിന്നിൽ അങ്ങനെ കുറേ ആളുകളാണെന്നുള്ള ഒരു ചർച്ച നേരത്തെ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് എന്താണ് മുബാറക്കിൻ്റെ അഭിപ്രായം? ഞാൻ മനസ്സിലാക്കുന്നത് ഹുദവികളും വാഫികളും പുതിയ കാലഘട്ടത്തിൽ ഇറങ്ങി വരുന്ന ഹുദവികളും വാഫികളും അടുത്ത തലമുറയെ വളരെ കൃത്യമായി നയിക്കാൻ പ്രാപ്തരായ ഹുദവികള് വാഫികള് മാത്രമല്ല, പുതിയ കാലഘട്ടത്തിൽ ഇറങ്ങി വരുന്ന ഫൈസിമാരാവട്ടെ റഹ്മാനിമാരാകട്ടെ ഇവരെല്ലാം
പുതിയ തലമുറയെ ലിബറലിസത്തിൽ നിന്നിട്ടും കമ്മ്യൂണിസത്തിൽ നിന്നിട്ടും പിന്നെ വിമുക്തരാക്കാനും അവരെ നയിക്കാനും പ്രാപ്തിയുള്ള ഇസ്ലാമികമായ വിദ്യാഭ്യാസവും, അതേ സമയത്ത് മറ്റുള്ളവർ വലിയ ബുദ്ധിജീവികളാണെന്ന് ചമയുന്നിടത്ത് അവരെക്കാൾ വലിയ ബുദ്ധിജീവികളായി ഇവർ വരികയും ഇവരുടേതായ പിന്നെ ഒരു കരിസ്മ സമൂഹത്തിന്റെ മുന്നിൽ കാണിക്കുകയും ചെയ്തപ്പോൾ ഈ സംവിധാനങ്ങളെ സമ്പൂർണമായി ഇല്ലാതാക്കുക എന്നുള്ളത് CPM അജണ്ടകളിൽ ഒന്ന് തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ അജണ്ടയുടെ ഭാഗമായിട്ട് അവര് ഓൾറെഡി ഉണ്ടാക്കി വെച്ച CPM സിൻഡിക്കേറ്റ് കോൺഗ്രസിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇതിനെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഇതിന്റെ പിന്നിലുള്ള പിന്നെ ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ ഇതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട. CPM പുതിയ കാലഘട്ടത്തിലെ CIC എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ അല്ല യഥാർത്ഥത്തിൽ ലക്ഷ്യം വെക്കുന്നതൊന്നും ആ സംവിധാനത്തിലെ പണ്ഡിതന്മാരുടെ ഊർജത്തെയാണ് അവർ ലക്ഷ്യം വെക്കുന്നതുമെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഇത് യഥാർത്ഥത്തിൽ മുസ്ലിം രാഷ്ട്രീയം ഇവിടെ ഒരു വിഷയമാണ്. നമ്മളുടെ ചർച്ചയുടെ ഭാഗമല്ലെങ്കിൽ പോലും ഇത് പറഞ്ഞ് അവസാനിപ്പിക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ മുസ്ലിം രാഷ്ട്രീയം, പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ ശക്തമായി മുസ്ലിം സാമൂഹിക ജീവിതത്തിൽ ഇടപെടുന്ന മുസ്ലിം രാഷ്ട്രീയം, ഏറ്റവും പ്രധാനപ്പെട്ട മുസ്ലിം രാഷ്ട്രീയത്തിൽ ഒന്നായ മുസ്ലിം ലീഗിന്റെ ക്ലെയിമുകൾ, അവരുടെ പിന്നെ രാഷ്ട്രീയമായ ക്ലെയിമുകൾ ഇല്ലാതാക്കി മുസ്ലിം ലീഗിന്റെ സ്വാധീന മേഖലയിലേക്ക് കടന്നു കയറാൻ ആവശ്യമായ എല്ലാം ചെയ്തെടുക്കുക. അതായത് ഇവരുടെ തെക്കൻ കേരളത്തിലെ വോട്ട് ബാങ്കിൽ ഈഴവ സമുദായത്തിൽ നിന്നിട്ടും അതുപോലെയുള്ള പിന്നെ ദളിത് സമൂഹങ്ങളിൽ നിന്നിട്ടുമൊക്കെയുള്ള CPM വോട്ട് ബാങ്കിൽ വലിയ ചോർച്ചകൾ സംഭവിച്ചിട്ടുണ്ട്. അതിനെ നികത്താൻ ഇവര് പ്രാഥമികമായി ലക്ഷ്യം വെക്കുന്നത് മുസ്ലിം വോട്ട് ബാങ്കാണ്. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി ബംഗാളും ത്രിപുരയുമാണ്. ഇവരുടെ വോട്ട് ബാങ്കായി മാറിയ മുസ്ലിമീങ്ങളെ ഇവരെങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്ന് മുസ്ലിം സമൂഹത്തിന് നല്ല ബോധ്യമുണ്ടാകണം. അതായത് ഒരു മുസ്ലിം രാഷ്ട്രീയ സംവിധാനം ഇവിടെ ഈ മുസ്ലിം ക്ലെയിമുകൾക്ക് വേണ്ടി ശക്തമായി നിയമസഭയിലും പുറത്തും ഉള്ളത് കൊണ്ട് മാത്രമാണ് യഥാർത്ഥത്തിൽ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ ആർജിച്ചെടുത്ത ഈ സാമൂഹിക വിപ്ലവം സാധ്യമാക്കാൻ സാധിച്ചത്. അതിനെ ഇല്ലാതാക്കുകയും ആ ക്ലെയിം ഇല്ലാതാക്കുകയും ആ രാഷ്ട്രീയത്തിലേക്ക് ഇവരുടെ ക്ലെയിമുകൾ കടത്തിക്കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളത് ഇവരുടെ ഒരു പുതിയ കാലഘട്ടത്തിലെ രാഷ്ട്രീയ ആവശ്യമാണ്. ആ രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്ന വെറും ചാവേർ സംഘങ്ങൾ മാത്രമാണ് സുപ്രഭാതത്തിലെ CPM സിൻഡിക്കേറ്റ് ആവട്ടെ, ഈ പറയുന്ന ഷജറകൾ എന്ന് വിളിക്കുന്ന വിഭാഗമാവട്ടെ, അവർ യഥാർത്ഥത്തിൽ ചണ്ടികളാണ്, ഇതിനെ ഉപയോഗപ്പെടുത്തുകയാണ്. അത് യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത് അവർ തന്നെയാണ്. മുസ്ലിം രാഷ്ട്രീയ സംവിധാനത്തിന്റെ ചരിത്രവും പശ്ചാത്തലവും വർത്തമാനവും കൃത്യമായി ബോധ്യമില്ല എങ്കിൽ നാളെ ഈ സമൂഹത്തിന് ഖേദിക്കേണ്ടി വരും എന്ന് മാത്രമാണ് ഈ വിഷയത്തിൽ മൊത്തത്തിൽ പറയാനുള്ളത്. ശരി മുബാറക്, താങ്കളുടെ സംസാരത്തിൽ ഗൗരവകരമായ ചില വിഷയങ്ങളുണ്ട്. അതോടൊപ്പം വരും ദിനങ്ങളിൽ സമൂഹം അതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ട് തന്നെ പോസിറ്റീവായ രീതിയിൽ മുഖവിലക്കെടുക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതൊരു മഹിതമായ ലക്ഷ്യത്തിന് വേണ്ടിയാണോ സുപ്രഭാതം ആരംഭിച്ചത്, അത് അങ്ങനെ തന്നെ അതിൻ്റെ ആ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടി മുന്നോട്ട് കൊണ്ടുപോയി നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ അണിയറ ശില്പികൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വളരെ നന്ദി മുബാറക്, കുറച്ച് കാര്യങ്ങൾ ഞങ്ങളുമായി സംസാരിച്ചത്.